നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും വിദേശികൾ തകർത്തെന്നും വൈദേശികമായതിനെയൊക്കെ ഈ ദേശത്ത് നിന്നും ആട്ടിപ്പായ്ക്കണമെന്നുമുള്ള തീവ്ര ദേശീയ ആക്രോശങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ അംഗീകരിക്കേണ്ട ഒരു ചരിത്ര വസ്തുതയുണ്ട്. നമ്മുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായ ദേശീയ ഭാഷയായി ഉയർത്തണമെന്ന് ചിലർ വാശി പിടിക്കുന്ന ഹിന്ദിക്ക് ആദ്യമായി ഒരു വ്യാകരണ ഗ്രന്ഥവും നിഘണ്ടുവും എഴുതി തയ്യാറാക്കിയത് സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്ന ഒരു വിദേശിയാണ്. ആധുനിക ഹിന്ദിയുടെ പിതാവെന്ന് വിശേഷണമുള്ള ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ജനിക്കുന്നതിനും 70 വർഷങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ കൂടിയായ ആ സ്കോട്ട്ലാൻഡുകാരൻ ഇന്ത്യയിൽ വന്നതും ഹിന്ദിയിൽ പുസ്തകങ്ങൾ എഴുതി മടങ്ങിയതും. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നാഷണൽ ലാംഗ്വേജ് എന്ന പദവി അവകാശപ്പെടാവുന്ന രീതിയിൽ ഹിന്ദി വളരുമായിരുന്നോ എന്നതുപോലും ഒരു വലിയ സംശയമാണ്. ആധുനിക ഹിന്ദി ഉറുദു ഭാഷകളുടെ രൂപപ്പെടലിന്റെ നാൾ വഴികൾ തിരഞ്ഞു പോകുമ്പോൾ ഹിന്ദിക്ക് ഇന്ത്യയിലെങ്ങും വേരോട്ടം ഉണ്ടായത് എങ്ങനെയെന്ന് തിരിച്ചറിയുമ്പോൾ, ഇന്ത്യൻ മത സാംസ്കാരിക ആശയങ്ങൾ യൂറോപ്പിന്റെ മനസ്സുകളിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്തുമ്പോൾ ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട വിദേശിയാണ് ജോൺ ബോർത്വിക് ഗിൽക്രിസ്റ്റ്.